സിമ്പിളായിട്ടുള്ള സ്നാക്സ് പൊട്ടാറ്റോ കൊണ്ടായിട്ടുള്ള സ്നാക്സാണ് തയ്യാറാക്കുന്നത്. നമുക്ക് വീട്ടിലൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ പൊതുവെ തയ്യാറാക്കുമ്പോൾ ഈ സ്നാക്സ് ശരിയായിട്ട് വറുത്ത് കിട്ടാറില്ല, അല്ലേ, മൊരിഞ്ഞ് കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഞാൻ ചെയ്യുന്ന ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പൊട്ടാറ്റോ സ്നാക്സ് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പൊട്ടാറ്റോ സ്നാക്സ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 പൊട്ടാറ്റോ തൊലി കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഇത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കാതെ തൊലി കളഞ്ഞിട്ട് വെറുതെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിറം മാറിപ്പോകും. അതിനാലാണ് ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് നൈസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വീണ്ടും വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം. അപ്പോൾ ഇത് 2 എണ്ണം അരിഞ്ഞെടുക്കുന്ന സമയം മാറ്റി വയ്ക്കരുത്. കാരണം ഇത് അപ്പോഴും കളർ മാറിപ്പോവും. അങ്ങനെയാകുമ്പോൾ ബുദ്ധിമുട്ടാവും, കളറ് വേറെ വ്യത്യാസം കറുത്ത് പോകും. അപ്പോൾ അതിനാൽ നമ്മൾ വെള്ളത്തിൽ വീണ്ടും ഇട്ട് വയ്ക്കുക. അപ്പോൾ എല്ലാതും നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുക. ഇനി ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഉടനെ എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളത്തിൻ്റെ അംശമുള്ളപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടില്ല. ഇതിലെ ഈർപ്പം നന്നായിട്ട് മുഴുവനായിട്ട് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ. ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ മേശമേലോ നമുക്കൊന്ന് വിരിച്ചിട്ട് കൊടുക്കാം. വിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ പൊട്ടാറ്റോ പീസുകളുണ്ടല്ലോ അത് ഓരോന്നോരോന്നായിട്ട് ഫുള്ള് നിരത്തി വയ്ക്കുക. ഫുള്ള് നിരത്തി വെച്ചതിന് ശേഷം വേറൊരു കോട്ടൺ തുണി എടുക്കുക, അല്ലെങ്കിൽ അതേ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതേ കോട്ടൺ തുണി കൊണ്ട് തന്നെ മേലെ വിരിച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പൊട്ടാറ്റോയിലത്തെ വെള്ളമൊക്കെ ഈ കോട്ടൺ തുണി വലിച്ചെടുക്കും. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് പറക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, കണ്ടില്ലേ, നന്നായിട്ട് വെള്ളമൊക്കെ വാർന്നിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ ആക്കിയെടുക്കുക. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കലക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ച് വയ്ക്കുക. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് കാഞ്ഞു വന്നതിന് ശേഷം, അതായത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷമാണ് നമുക്ക് പൊട്ടാറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നിച്ച് ഒരു പിടി വാരി ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ നന്നായിട്ട് അതിൽ കിടന്നിട്ട് വറുത്ത് മുരുമുരുന്നായി കിട്ടും. നല്ല നിറമൊക്കെ വന്നിട്ട് കളറൊക്കെ മാറി വരും. അപ്പോൾ നമുക്ക് പതുക്കെ മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. നമ്മൾ ചെയ്യേണ്ട രീതി പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സ്നാക്സും നല്ല സൂപ്പറായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ പൊട്ടാറ്റോയുടെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നിറച്ച് പോളകൾ വന്നിട്ടുണ്ട് ഇല്ലേ. ഇപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നീക്കി വെച്ചിട്ടുള്ള ഉപ്പുവെള്ളം ഉണ്ടല്ലോ, ആ ഉപ്പുവെള്ളം ജസ്റ്റ് ഒന്ന് തെളിച്ച് കൊടുക്കാം. ഇപ്പോൾ തെളിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പതകൾ വന്നിട്ട് പൊട്ടിത്തെറിക്കും. കോരി എടുക്കണതിൻ്റെ അല്പം മുന്നായിട്ടാണ് ഇത് തെളിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലൊരു ബ്രൗൺ നിറമായതിന് ശേഷം കോരിയെടുക്കാം. അപ്പോൾ ഇളം നിറമൊക്കെ കണ്ടില്ലേ വന്നിട്ടുള്ള അരിഭാഗമൊക്കെ നല്ല, അപ്പോൾ നന്നായിട്ട് തന്നെ മൊരിഞ്ഞിട്ട് ശേഷം എടുത്താൽ മതിയാവും. അല്ലെങ്കിൽ മൊരിയാതെ എടുത്തു കഴിഞ്ഞാൽ അത് നല്ല ബലം കിട്ടില്ല കേട്ടോ. ഇപ്പോൾ നല്ല നിറമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ പൊട്ടാറ്റോ സ്നാക്സ് തയ്യാറാക്കി കഴിക്കൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഓക്കെ, ബൈ.